ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും കുറച്ച് ടിപ്സും നല്ലൊരു തട്ടിക്കൂട്ട് മൊജിറ്റോൻ്റെ റെസിപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനീ ഫോണൊക്കെ പിടിച്ച് നടക്കുന്നത് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചോണ്ടാണ്. സ്കൂളിലോട്ട് അന്നമ്മ എൻ്റെ പിന്നെ പോയി, അതൊട്ടും പോയിട്ടില്ല, ചെറിയ വയ്യായൊക്കെ ഉള്ള കാരണം. അപ്പോൾ ആദ്യം വിളിക്കാൻ എൻ്റെ അമ്മേനെ ഫോൺ വിളിച്ച് ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും ഞാനും പറയും അമ്മയും പറയും. അതൊരു പ്രത്യേക ഒരു സുഖം, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക്. ഹലോ, ഇന്നൊരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഇത് കണ്ടോ, ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കി, പക്ഷെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇതൊരു ഇയർബഡ്സ്, മറ്റേ ആമസോണിൽ നിന്ന് ഒരു ഗ്രേറ്റ് ഫ്രീഡം സെയിലിൽ വാങ്ങിയതാ. കാണുന്നുണ്ടോ? അത് എങ്ങനെ എൻ്റെ അനിത്യ കൊച്ച് വാങ്ങി തന്നതാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ അനിത്യ കൊച്ചിനെ പറ്റി? വാങ്ങി തന്ന കാരണം ഞാൻ ചോദിച്ചൊന്നുമില്ല, പക്ഷേ എനിക്കത് ഭയങ്കര അത്യാവശ്യമായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം മറ്റേ എൻ്റെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഇയർഫോൺ പൊട്ടിപ്പോയായിരുന്നു, പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മറ്റേ വീഡിയോയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും ട്രൈപോഡ് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ആവട്ടെ. അപ്പോൾ അത് കാരണം എനിക്ക് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര പാട്, ഞാനത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു, അപ്പം ഞാൻ ചേച്ചിക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. കാരണം അവൾക്ക് പൈസ കേസൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിലാണ് ഈ സാധനം എനിക്ക് വാങ്ങിത്തന്നത്. അവൾ ഒരുപാട് നന്ദിയുണ്ട് ശ്രുതിയോട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പാക്കിംഗ് ആണ്. കണ്ടോ, ഇങ്ങനൊരു പാക്കിങ്. അത് കഴിഞ്ഞ കണ്ടോ, ഇതാണ് ഇയർബഡ്സ് ആണ്. ഗ്രീനാണ് കേട്ടോ, ഗ്രീൻ. താങ്ക് യു, ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇത് തന്നെ ഉപയോഗിക്കണേ. അപ്പം അവൾക്ക് ഇതിൻ്റെ ഏതായിരുന്നു, അവൾക്ക് ഇതിൻ്റെ പിങ്കാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രീൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എനിക്ക് വാങ്ങി തന്നതാണ് ഇത്. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ശ്രുതി. കണ്ടതേ ഒരാളിത് ഇവിടെ കുളിക്ക് പോകാണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാട്ടുതരാം. കണ്ട അതിട്ടാ ചാറ്റ കൊടുത്തേ. അവനൊന്നും സ്കൂളില്ല, അവൻ്റെ സ്കൂളിൽ ധ്വനിതരംഗാണ്, കലാപരിപാടികൾ. അപ്പം അവനൊന്നും പോയില്ല. അവനൊന്ന് ഒന്നാമത് ഇത്തിരി വയ്യായൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സ്കൂളിൽ പോയപ്പോഴൊന്നും വയ്യായി, അപ്പം അത് കാരണം ഞാനൊന്നും വിട്ടില്ല. അപ്പോൾ സ്കൂളിലേക്ക് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷമൊക്കെയാണ്. അപ്പം ഞാനൊന്നും വിട്ടില്ല. ഇന്നലില്ല, എന്നുമില്ല. അപ്പം 3-4 ദിവസം റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ അത് മാറും. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഈ ബഡ്സിനൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട, ഞാൻ ആദ്യം എനിക്ക് ഈ ബഡ്സൊക്കെ വാങ്ങാനായിട്ട് പേടിയായിരുന്നു. കാരണം ഇത് ചെവിയുടെ ഉള്ളിൽ ശരിക്കും ഇരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇത് ശരിക്കും ഇരിക്കുന്നുണ്ട്, നല്ല കറക്റ്റ് ഫിറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു 1000-ൻ്റെ ഉള്ളിലാണ് പ്രൈസ് എന്നാണ് പറഞ്ഞത് അവള്. നല്ലതാണ്, നല്ലൊരു സംഭവമാണ്. സംസാരിച്ച് നോക്കുമ്പോഴൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് അടുക്കളയിലത്തെ പണികളിലേക്ക് കിടക്കാം. എന്ത് വെക്കും, ഒന്നും വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കണില്ല. കുറച്ച് പയർ വർഗ്ഗങ്ങളുണ്ട്, കടല, മുതിര, പയർ സാധനങ്ങളൊക്കെയാണ് ഇരിക്കണേ. അപ്പം ഇന്ന് നമുക്ക് എന്ത് വയ്ക്കാം, അയില മീനെടുത്ത് വറക്കാം. പിന്നെ ഒരു കിൻഡർ ബിരിയാണി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. അവിടെ മക്കൾക്കും അന്നമ്മയ്ക്കും എൻ്റെ പിന്നെ അതൊട്ടിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണി റൈസ്, ഏത് ബിരിയാണി റൈസ് ആയാലും നമുക്ക് എടുക്കാം കേട്ടോ. മറ്റേ സെല്ല ബസ്മതി റൈസ് ഇല്ലേ, മന്തി വെക്കുന്ന റൈസ്, ആ അരിയൊന്നും എടുക്കണ്ട. സാധാ ഏത് ബസ്മതി റൈസ് ആണെങ്കിലും നമുക്ക് വെച്ചിട്ടുണ്ടാക്കാം. പല ടൈപ്പ് ഉണ്ടല്ലോ, എളുപ്പമാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇഞ്ചി വെളുത്തുള്ളി ഇതിന് വേണ്ട. അതാണല്ലോ മെയിൻ. കുഞ്ഞു സാധനങ്ങൾ നന്നാക്കി എടുക്കേണ്ടതാണല്ലോ ഏറ്റവും വലിയ മെനക്കെട്ട ഒരു പരിപാടി. ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിൽ ചേർക്കണ്ട. പിന്നെ സവാള വേണ്ടേ. ഒരു കപ്പ് റൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 സവാള, 2 കപ്പ് റൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 സവാള. ഞാൻ 2 കപ്പ് റൈസാണ് വെക്കാൻ പോണേ. അപ്പം നമുക്ക് വെക്കാം. അയ്യോ, പിന്നെ ഒരു കാര്യം, ഇതിന് കൂടെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒറ്റ വെജിറ്റബിൾസ് ഇല്ലാത്ത കാരണം ടൊമാറ്റോ മാത്രമേ ഇരിക്കണുള്ളൂ. അപ്പം അത് മാത്രമേ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിടാം, ക്യാബേജ് ഉണ്ടെങ്കിൽ ഇടാം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇടാം, ഏത് വേണമെങ്കിൽ ഇടാം. അപ്പം ഇഷ്ടമുള്ള സംഭവമാണ്. ബിരിയാണി രൂപത്തിലേക്ക് ആകുമ്പോൾ പിള്ളേർക്ക് അത് കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കോളൂല്ലോ, മക്കളുടെ ഉള്ളിലേക്ക് എത്തും. അപ്പം അങ്ങനെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല.
പിന്നെ ഇതിലൊരു കാര്യം ചേർക്കുന്നത് മാഗി ക്യൂബ് ചേർക്കട്ടോ, ചിക്കൻ സ്റ്റോക്കില്ലേ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതിപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ വല്ലപ്പോഴും, എന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ലേ, വല്ലപ്പോഴും. അപ്പം നമ്മൾ വല്ലപ്പോഴാണെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ, അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. ലഞ്ച് ബോക്സിനൊക്കെ സൂപ്പർ റെസിപ്പിയാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം അതായത് ഞാൻ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കണ്ടാ അതിൻ്റെ കറുത്ത കളറൊക്കെ ആ ഒരു അഴുക്കൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയിലെടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിനയിലും മല്ലിയിലൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം, അതാണ് ടാസ്ക്. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ കരണ്ട് പോവലാണ്. 2 ദിവസമായിട്ട് മഴയുണ്ട്, അത് കാരണം ചൂടിൻ്റെ വലിയ ഇഷ്യൂ ഇല്ല. നിങ്ങളുടെ മഴയുണ്ടോ? നാട്ടിൽ തൃശ്ശൂർ വിളിച്ചപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊരു ദിവസം പെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ 2 ദിവസമായിട്ട് മഴയുണ്ട്, അത് കാരണം ചെടിക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, നല്ല നനവുണ്ട്. ഓറ് നനവായാലും പൊട്ടയാണല്ലോ, ഫോം വരില്ല. ഹലോ, ഞാൻ ദേ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയും മല്ലിയിലും പുതിനയിലും സവാളയും എല്ലാം അരിഞ്ഞെടുത്തു. ഇനി ദേ അരി അളന്നെടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ, 250 ml ആണ് ഈ അളവ് ഈ ഗ്ലാസ്സിൻ്റെ. അതിൽ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കണേ. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് കഴുകുക. 20 മിനിറ്റ് ഇങ്ങനെ കുതിർത്തി വെക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയും നമ്മുടെ കിൻഡർ ബിരിയാണിക്ക് ഇല്ല കേട്ടോ. കഴുകുക, ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം, വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 5 മിനിറ്റ് വയ്ക്കുക, അത്രേ വേണ്ടൂ. എൻ്റെ അരിയുടെ വെള്ളമൊക്കെ വറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനു വേണ്ടി ഒരു കുക്കർ എടുക്കുക. ഞാൻ 2 ഗ്ലാസ് അരിയുള്ള കാരണമാണ് കേട്ടോ 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തേക്കണേ. നിങ്ങൾ 1 ഗ്ലാസ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുക്കർ 3 ലിറ്ററിൻ്റെ കുക്കർ ആയാലും മതി. അപ്പോൾ ഞാനതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നെയ്യ് ശകലം നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടില്ലേ, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്കായ, അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, 2 സവാളയും ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് വേണം നമുക്ക് തക്കാളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാൻ. തക്കാളിയും കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടത് കുഴയണം തക്കാളി കേട്ടോ. അത് എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. പിന്നെ അതിലേക്ക് നമ്മളൊരു ശകലം ഉപ്പ് ചേർക്കണേ, കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഇടാൻ പോകുന്ന മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അപ്പോൾ അത് സൂക്ഷിച്ച് ചേർത്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. തക്കാളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഏകദേശമൊക്കെ ഒന്നൊരു കുഴഞ്ഞ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മാഗി ക്യൂബില്ലേ, മെയിൻ ഐറ്റം, ഇത് 2 ക്യൂബ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് പൊടിച്ചിടണേ, എന്നാലതൊന്ന് ശരിക്കും തുപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ മാഗി ക്യൂബിൻ്റെ പാക്കറ്റ്. ഈ ഒരു പാക്കറ്റിൽ 2 ക്യൂബാണ് ഉണ്ടാവുക. 32 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഒറ്റപ്പൊടികളും ചേർക്കണ്ട, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട. പക്ഷേ ഞാൻ എന്നാലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും ഒരു വിരോധമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തുണ്ടാവുമല്ലോ, അത് പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം, ഇത്രേ പണിയുള്ളൂ. ഈ ഒരു കിൻഡർ ബിരിയാണി ഉണ്ടല്ലോ, ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ബാച്ചിലേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വഴന്ന് വന്ന ഈ മസാലയിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരിയില്ലേ, അതങ്ങ് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് അളവ്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ 2 ഗ്ലാസ്സാണല്ലോ എടുത്തത്. അപ്പോൾ 1.5 ഗ്ലാസ് വെച്ച് 3 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പ് എപ്പോഴും ഇത്തിരി മുന്നിൽ നിൽക്കണം വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക, വിസിലിട്ടിട്ട് ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വിസിൽ പോയി കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ. നല്ല പെർഫെക്റ്റായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ കുക്കർ ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിസിലൊക്കെ പോയി, ഞാൻ ദേ തുറന്ന് നോക്കാണ്. ഹായ്, ആവി പറക്കണ ബിരിയാണി, നല്ല സൂപ്പർ ബിരിയാണി. എന്ത് കിട്ടിയാലും മണത്ത് നോക്കണ ഒരു പ്രകൃതം ഉള്ളതുകൊണ്ട് ഞാൻ മണത്ത് നോക്കി, നല്ല മണമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ
കുക്കറിൽ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറക്കുമല്ലോ. തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ടീസ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇളക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി കുഴഞ്ഞു പോവും. ഫോർക്ക് വെച്ചിട്ടോ ഈ ടീസ്പൂൺ വെച്ചിട്ടോ പതുക്കെ ജസ്റ്റ് ഒന്ന് വകഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം നല്ല രീതിയിൽ ഇളക്കാൻ. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല, ഉടഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ എടുക്കുമ്പോൾ ചൂടോടുകൂടി നമ്മൾ എടുക്കുമ്പോൾ പതുക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഒരു ബിരിയാണി ആയതുകൊണ്ട് ഒരു നെയ്യിൻ്റെ ഒരു മണം ഇല്ലെങ്കിൽ എനിക്കൊരു ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതേ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് പുതിനയിലിടാം, മല്ലിയിലിടാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തതും സവാള വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ. പക്ഷേ ഞാൻ കാലത്ത് ലഞ്ച് റെസിപ്പിക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സവാള വറുക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ശരിയായിട്ടാ. ഇനി നമുക്ക് എന്താ അടുത്ത പണി? അയില വറുക്കണം. അയില ഞങ്ങളുടെ നീളനെ നന്നാക്കി വെച്ചേക്കണ കാരണം നല്ല സ്റ്റൈലിൽ വറുക്കാൻ പറ്റും മുഴുവനായിട്ട്. അപ്പം നമുക്ക് വരയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മസാല ഒക്കെ ചേർക്കുന്നതൊന്നും അതിൽ ശരിക്കും പിടിക്കില്ല. എനിക്കാണെങ്കിൽ ആദ്യം അയില വറുത്തതൊന്നും ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ട്രിവാൻഡ്രം ചാല മാർക്കറ്റിൽ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് ഒരു അയില വറുത്തത് ഞാൻ കഴിച്ചു. ദൈവമേ, ഇങ്ങനെ നീളം അയില ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് അയില ഭയങ്കര ഇഷ്ടമാണ്. ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു വയസ്സായ പാപ്പനാണ്, ഒരു കുഞ്ഞൊരു ഹോട്ടൽ. പക്ഷേ അവിടെ ക്യൂ ആണ് ആൾക്കാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അതിൻ്റെ പേര്? എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. നമുക്ക് മീൻ വറുക്കാനായിട്ട് വേറെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ചേട്ടന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വെള്ളത്തിന് പകരം ഞാൻ ഓയിൽ ഒഴിക്കും കേട്ടോ. ഓയിലല്ല, നമ്മുടെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. അങ്ങനെ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തൊരു പ്രത്യേക രസമാണ് നമ്മുടെ മീൻ ഫ്രൈക്ക്. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. പക്ഷേ എനിക്ക് ആ വെളിച്ചെണ്ണ കുറവായി. അപ്പോൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശകലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അയിലക്കുട്ടന്മാരിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ അകത്തും പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് കുട്ടപ്പന്മാരാക്കി വെക്കണം. നമ്മൾ മീൻ വറുക്കാനായിട്ട് പോവാണ്. അയില തിരിഞ്ഞു കുറച്ച് നേരം വെച്ച കഴിഞ്ഞാൽ നല്ലതായി. ഇപ്പോഴത്തെ ചോറിനതായി തുടങ്ങി. അപ്പം ഇനി നേരെ വയ്ക്കുക ശരിയാവില്ല. ഫ്രൈങ് ടൈം കാണാനില്ല. ഇങ്ങനെ മീൻ വറുക്കുന്ന പാത്രം, ഈ പാത്രമുള്ളൂ. അപ്പം പിന്നെ അതാണ് ഇത് വെക്കണേ. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴുണ്ടല്ലോ ഈ കറിവേപ്പില പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടുമേ. എല്ലാവർക്കും അറിയാം, എന്നാലും അറിഞ്ഞതാ. ഞാനിപ്പോ എനിക്ക് അതിനുള്ളത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം അവര് വരുമ്പോ ഞാൻ വൈകുന്നേരത്തേക്ക് എല്ലാവരും ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് കൊടുക്കാം. ബാക്കിയുള്ള ഈ 4 അയില നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നല്ല ഉപ്പും മുളകൊക്കെ പിടിക്കും. ഞാൻ അതേ വെളിച്ചെണ്ണ വെച്ചപ്പോൾ ഇത്തിരി കൂടി പോയിട്ട് എത്രയൊന്നും വെളിച്ചെണ്ണ വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ പെട്ടെന്ന് മറന്നിട്ട് എല്ലാതും മറക്കേണ്ട ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്തു പോയതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒഴിച്ചത് കൂടിപ്പോയി. ഇനിയിപ്പോൾ എന്താ വൈകുന്നേരം ഈ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാമല്ലോ എന്ന് വിചാരിച്ചു. മീനൊക്കെ വറുക്കുമ്പോഴേ നമ്മളെപ്പോഴും നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണം. എന്നാലൊരു എന്താ പറയുക, ഒതൻറ്റിക്കായിട്ടൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓയിലൊക്കെ വറുക്കാം, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനായിട്ട് നിൽക്കല്ലേടാ. കാരണം നമ്മുടെ ലില്ലിങ് അത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് മാത്രം. പക്ഷെ സൺഫ്ലവർ ഓയിലിൽ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനാണ് കൂടുതൽ ടേസ്റ്റ്. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അതെ, നമ്മൾ ഈ ചിക്കനും മീനൊക്കെ വറുക്കില്ലേ, വറുത്ത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരിയിട്ട് കഴിഞ്ഞാൽ ഈ വറുത്ത ഈ ചിക്കനിലോ മീനിലുള്ള കൂടുതലായിട്ട് നിൽക്കുന്ന ഓയിലൊക്കെ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. കാര്യം മീനൊക്കെ വറുക്കാനൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പക്ഷേ വറുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓവറായിട്ട് വെളിച്ചെണ്ണ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ചേട്ടനും ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ അയിലക്കുട്ടന്മാരൊക്കെ മുരുമുരാന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും വറുത്ത മീൻ നല്ല ക്രിസ്പായിട്ടിരിക്കണം, അതാണ് ഇഷ്ടം. മെയിൻ പണി ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകണം. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെ പാപ്പ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിഭാരം കുറയും. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നതേ, നമ്മൾ ഇങ്ങനെ എല്ല് തേമാനൊക്കെ വരുമല്ലോ കഴുത്തിനും നമ്മുടെ ഈ നടുവിനും കാലിനും മുട്ടിനൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ ഇത് കാരണം
ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടയാം. അതാണ് മറ്റേ ഫുൾ IT-കാരൊക്കെ ഉണ്ടല്ലോ, ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കഴുത്തിന് പ്രശ്നം ഒക്കെ വരുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറോളം നമ്മൾ ചെയ്യേണ്ടി വരില്ലേ, അതാണ്. അത് കാരണമാണ്. അപ്പോൾ കുറച്ച് സമയം എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അത് കുറച്ച് സമയം ചെയ്താൽ മതി. അപ്പം പാത്രം കഴുകുമ്പോൾ ഒരുപാട് പാത്രമായിട്ട് നമ്മളിങ്ങനെ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിന്ന് കഴുകേണ്ടി വരും. അപ്പം നമ്മുടെ ഉപ്പുറ്റി വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ അത് കാരണമാവുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഇല്ലാതിരിക്കാൻ നോക്കിയാൽ മതി. അപ്പം ഞാൻ അപ്പം കിട്ടുന്നത് അപ്പം കഴുകും, അങ്ങനെ ഉണ്ടാവാറ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഇവിടെ ഒരു അയൽവക്കത്തിൽ ഒരു ആൻറ്റി ഉണ്ട്, അത് മുട്ട് മാറ്റി വെക്കണ ഒരു ശസ്ത്രക്രിയൊക്കെ ചെയ്തിട്ടിരിക്കാം നിസാൻറ്റി. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു തന്നത് എന്ത് ജോലി ചെയ്യുമ്പോഴും കുറച്ച് നേരം ചെയ്യുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അങ്ങനത്തെ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കുറച്ചീശ ജോലി ചെയ്യാൻ. അതിൻ്റെ അർത്ഥം ഒട്ടും ജോലി എടുക്കണ്ടെന്നൊന്നും കേട്ടോ. നമ്മൾ ജോലി എടുക്കുന്നത് കുറച്ചീശയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് സമയം ഡെയിലി ഇപ്പോൾ തുടക്കൽ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി തള്ള ഇങ്ങനെ വേറെ എന്തെങ്കിലും ക്ലീനിങ് പരിപാടികളോ ബാത്റൂം കഴുകലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ചെയ്യാറ്. നമുക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സഹിക്കുന്നത്. പരമാവധി ഇതൊന്നും വരാതെ നോക്കുന്നതാണ് വരുന്നേക്കാളും നല്ലത്. എല്ലായിടത്തും ചേട്ടൻ്റെ മമ്മിക്കും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും മുട്ട് തേമാനും പിന്നെ കഴുത്തിൻ്റെ എല്ല് കണ്ടല്ലോ അതൊക്കെ തേമാനാണ്. അപ്പോൾ പരമാവധി വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമല്ലേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്. കാരണം നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് എത്ര ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും അവർക്കത് സഹതാപത്തോടു കൂടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, അല്ലേ. എനിക്ക് എന്നാൽ കുറച്ച് വേദന നിങ്ങൾ സഹിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ സഹിക്കണം. അവർക്ക് സങ്കടം ഉണ്ടാവും മാത്രം. ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമാണ്, ആരോഗ്യമാണ് ശരിക്കുള്ളൊരു സമ്പത്ത്, കാലസമ്പത്ത്. അതുമാതിരി എല്ലാ ദിവസവും കുറച്ച് നേരം എക്സസൈസ് ചെയ്യാം. അപ്പം നമ്മുടെ ബോഡി ഭയങ്കര ഒരു സുഖം ഉണ്ടാവും ബോഡിക്ക്. എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നേ. ഒരു സ്കൂട്ടറിൽ നിന്ന് വീണു. എന്നിട്ട് ഹാഫ് ഇയറായി ലിഗ്മെൻറ്റ് മുട്ടിൻ്റെ. പക്ഷെ എന്നിട്ട് അതിൻ്റെ റെസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫിസിയോതെറാപ്പി അവർ സാധാരണ പറയാറ്. 2 ദിവസം ഫിസിയോതെറാപ്പിയുടെ അടുത്ത് അവിടെ പോയി ചെയ്തു. പിന്നെ ഞാൻ വീട്ടിൽ ചെയ്തു. പിന്നെ ഞാൻ നെറ്റിലൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ പറയട്ടെ, പിന്നെ അതേമാതിരി ഞാൻ ക്ലാസിക്കൽ ഡാൻസിന് ജോയിൻ ചെയ്തത് ലിഗ്മെൻറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഇന്നൊരു ക്ലാസിക്കൽ ഡാൻസിന് ചേർന്നിട്ട് പിന്നെ അതേപോലെ തന്നെ എക്സസൈസും ചെയ്യാനായിട്ട് തുടങ്ങിയ പിന്നെ കുറച്ച് സമയം ഒരു 15 മിനിറ്റൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അത് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുട്ടിൻ്റെ വേദനയൊക്കെ അങ്ങ് പോയി. അപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വേദനകൾ കുറേയൊക്കെ മാറുണ്ടാ. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടാണേ. അപ്പോൾ നമ്മുടെ പാത്രം കഴുകൽ പരിപാടി കഴിഞ്ഞു. പാത്രം കഴുകി കഴിഞ്ഞാൽ ഇത് വേറെ സ്ക്രബ്ബാണ്. ഇത് പാത്രം കഴുകണ സ്ക്രബ്ബർ, ഇത് സിങ്ക് കഴുകണ സ്ക്രബ്ബർ. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒന്ന് ഇവിടെയൊക്കെ അപ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും കഴുകണ കാരണം എനിക്ക് എടുക്കൊന്നുമില്ല. ചിലർ പറയും സ്ക്രബ്ബറൊന്നും വെച്ച് ദിവസത്തിനും കഴുകരുത്. അറിയാത്തൊന്നല്ല, പക്ഷെ ചില സമയത്ത് നേരം കിട്ടുന്നില്ല. അതൊക്കെ ഇടാക്കിയിട്ട് സോഡാപ്പൊടി സാധനങ്ങളൊക്കെ ചെയ്യാം. വല്ലപ്പോഴും ഒരിക്കലും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി തന്നെ ഇടും. നമ്മുടെ ബിരിയാണി ഇപ്പം അത്യാവശ്യം സ്റ്റിഫായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടിക്കാൻ പറ്റുന്ന ഒരു ചൂടൊക്കെ ഉള്ളൂ. ഈ ടൈമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒട്ടും കുഴഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഒരു ഞാൻ മഞ്ഞപ്പൊടി ഇട്ട കാരണം ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് അതോട്ടൊന്നും കൂടിയിട്ട് ഞാൻ വിളമ്പാണ് കേട്ടോ. ഊണ് കഴിക്കാറുള്ള സമയമായില്ലേ.
എൻ്റെ പ്ലേറ്റിലും ആദൂട്ടിൻ്റെ പ്ലേറ്റിലും ഓരോ അയിലക്കുട്ടന്മാരെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദൂട്ടൻ കഴിക്കുമല്ലോ എന്ന് അറിയില്ല. ആദൂട്ടിന് വലിയ പ്രിയം പോരാ. കണ്ടവൻ്റെ മുഖം കണ്ട വലിയ ഇഷ്ടമില്ല അവന് മീൻ. നമ്മൾ കഴിക്കാൻ പോവാണേ. ഉച്ചക്കത്തെ ഫുഡ് അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചൂടാറിയപ്പോൾ അതൊന്ന് സ്റ്റിഫായി. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട. ഒരു പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ മുട്ട ഇവിടുത്തെ കഴിഞ്ഞിരിക്കുക. എല്ലാം അത് വാങ്ങണം. കുറച്ച് കഴിച്ചാൽ മതി. കുറച്ച് അതുണ്ട്. സാലഡ് ഉണ്ടാക്കാനാണെങ്കിൽ തൈര് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തൈര് നല്ല കോമ്പിനേഷനായിരുന്നു. ദുട്ടിനാണെങ്കിൽ മീനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കഴിക്കണം. ഞാനാണെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അന്നമ്മയ്ക്ക് ആദൂട്ടിനും മീൻ ഇഷ്ടമില്ല. ഞാനും ചേട്ടനും അതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ മീൻ കഴിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് മീൻ. ഈ കിഞ്ചർ ബിരിയാണിയുടെ ഒപ്പം വേറെ ഒറ്റ കറിയൊന്നും വേണ്ട കേട്ടോ. ഇത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു സാലഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് മാത്രം. പക്ഷേ ഈ അയില വറുത്തത് വലിയ കുഴപ്പമില്ല കൂടെ കഴിക്കാനായിട്ട്. പക്ഷെ ഭയങ്കര വലിയ കോമ്പിനേഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ അയില തന്നെ കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഈ ബിരിയാണിയുടെ കൂടെ ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. ഏതാണ്ട് അലുവയും മത്തിക്കറിയും പോലെയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം മീൻ കഴിച്ചു. അപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റിൽ നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കിഞ്ചർ ബിരിയാണി കഴിച്ചു. അപ്പോൾ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പാത്രം കഴുകി കഴിഞ്ഞു. കിച്ചണില് ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്. അത് ജസ്റ്റ് നീ ഒന്ന് ഒതുക്കി വെക്കണം. അതുകൊണ്ട് കഴിഞ്ഞ അന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ കാലത്ത് അടിച്ചു വരി തുടച്ചാലും വേണ്ട. ആദ്യത്തിനുള്ള കാരണം ഓരോന്ന് അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് കുറച്ച് പൊടിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം. അതോടുകൂടി ഇന്നത്തെ ജോലികളൊക്കെ ഓവറാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ഡ്രിങ്കിന്റെ കേസ്. നമ്മളൊരു മൊജിറ്റോ ആണ് ഉണ്ടാക്കാൻ പോണത്. മൊജിറ്റോ എന്നാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ? മൊജിറ്റോ എന്ന് അങ്ങനെ എന്തോ പറയാ. അപ്പം ലോക്കൽ മൊജിറ്റോ. അതിന് ലോക്കൽ മൊജിറ്റോ അതിന് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചതച്ചൊക്കെ ചേർക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചേർക്കണില്ല. പക്ഷെ എന്നാൽ ചെറിയൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു 2 പേർക്ക് ഒരു ഹാഫ് ലെമൺ, ഒരാൾക്കൊരു ഹാഫ് ലെമൺ വേണേ. ആദുനെ കാണാണ്ട്. ആദുനെ കാണാല്ലേ എല്ലാവർക്കും? ഉണ്ട്. ടാറ്റ കിടത്തെ ടാറ്റ. അപ്പൊ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ കുറച്ച് പുതിനയില വേണേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാരണം ഞാനത് എടുത്തു. ഇത് നന്നായിട്ട് തിരുമണം. നന്നായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരുമണം. ശരിക്കും എന്തോ ഒരു ഇതുകൊണ്ടിട്ട് ചതച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് എൻ്റെ കുഞ്ഞൊരു പീക്കിൽ ഇതുകൊണ്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കിട്ടും. ഞാനൊരു പ്രാവശ്യം തൃശ്ശൂർ ഒരു ഹോട്ടലിൽ പോയപ്പോൾ മൊജിറ്റോ കഴിച്ചു. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോ. എന്ത് രസമായിരുന്നു, ഭയങ്കര രസം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. ഞാൻ കാട്ടിത്തരാം. കണ്ടാ നമ്മൾ ഗ്ലാസ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേൽ കുറച്ച് നമ്മൾ കൈ കൊണ്ട് ഉടച്ചില്ലേ അത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പകുതി നാരങ്ങ, ആവശ്യത്തിന് പഞ്ചസാര, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണേ. ഇനി നമുക്ക് വേണ്ടതാണ് 7 Up. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അന്തൊട്ടെ കൊള്ളാട്ടാ, നല്ലൊരു റിഫ്രഷിങ് ആണ്. പിന്നെ ഭംഗിക്ക് വേണമെങ്കിൽ
ഒരു ലെമൺ ഇങ്ങനെ റൗണ്ടിൽ കുറിച്ചിട്ട് ഇവിടെ കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇഷ്ടമായതാ? നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അയലൊക്കെ കടിച്ച് തിന്നു നല്ലതാ. ജ്യൂസാ? ആ ഞങ്ങൾ 7up ലുലുമാളിൽ പോയപ്പോ വാങ്ങിയതാണെന്ന് അല്ലേ? പിന്നെ വേറൊരു കാര്യം ഉണ്ടാ, നമ്മളെ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റില് ഈ കറിവേപ്പിലുണ്ടല്ലോ ഇത് കഴുകിയിട്ട് നമ്മള് വെറും വയറ്റിൽ ഇങ്ങനെ ചവച്ച് തിന്നു കഴിഞ്ഞാൽ മുടിക്കും നല്ലതാ, നമ്മുടെ കണ്ണിനും നല്ലതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാലും അത് സപ്പോർട്ട് ചെയ്തോളൂ. ടാറ്റാ ബൈ സീ യു. അന്നമ്മ എൻ്റെ അപ്പനൊക്കെ വരാറായി. അവർ വന്നിട്ട് വേണം അവർക്ക് ഈ മൊജിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ശരി കേട്ടോ, ബൈ.